64-ാം ദിവസം രാവിലെ 8 മണി. செவ பழகே சிலங்க கட்டிய சிறு பழகே செந்தமிழ் மைமே சிறு செவ்வந்தி தேனே கண்ணாரே கண்ணாரே நக்கு நகின நக்கு நகின நக்கு நகினே நக்கு நகின கின 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 ஆண்டி மயில் பீலி முடி பூங்காலா ஒடி ஆண்டி மயில் பீலி முடி பூங்காலம் ஆழி நிற கண்ணுகளில் காற்றோட்டம் சின்ன துளியே புள்ளி குயிலே வெள்ளி பழுங்கே தங்க தரிம்பே மறி கொழுந்தே அருதே குலுங்கருதே அடி தொட்டாக்கா ஒட்டிக்கிடுமா தொட்டாக்கா ஒட்டிக்கிடுமா. ഗുഡ് മോർണിംഗ് ഓൾ. രാവിലെ 9:55. എന്റെ പരാതി കത്ത് രാജിക്കത്ത് തീർച്ചല്ലോ വായിക്കട്ടെ വായിക്കട്ടെ വായിക്കും ഒത്തിരി വായിക്കാൻ അങ്ങോട്ട് വായിക്കാൻ അറിയത്തില്ലേ? ഞാൻ എന്റെ മനസ്സിൽ വായിക്കണേ. അങ്ങനെ എന്റെ പരാതി ഞാൻ നിങ്ങൾ വായിക്കൂ. ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും മികച്ച ക്യാപ്റ്റനിലേക്ക് ഏറ്റവും മികച്ച ക്യാപ്റ്റനായിട്ടുള്ള യാത്രയ്ക്ക് തുടക്കമിട്ട നിയുക്ത ക്യാപ്റ്റൻ പദവി കിട്ടിയ നന്ദനയുടെ മുന്നിൽ എളിയ ദാസനായിട്ടുള്ള സമർപ്പിക്കുന്ന പരാതി. ഓരോ ദിവസവും രാവിലെ കുളിക്കാനായിട്ട് കയറുന്ന ആൾക്കാർ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ മാത്രമേ മറ്റുള്ള ആൾക്കാർക്ക്, അതായത് ബ്രാക്കറ്റിലെ പുറത്ത് ക്യൂ നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് കുളിച്ചു മാറാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ജാസ്മിൻ, നോറ എന്നീ 2 ബിഗ് ബോസ് മത്സരാർത്ഥികൾ ഇന്ന് രാവിലെ കുളിക്കാൻ ഒരുപാട് സമയമെടുത്തിരുന്നു. ഇതിനു മുന്നേയും ഇത് ആവർത്തിക്കപ്പെട്ടതായിട്ട് ഈ എളിയദാസിന്റെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് മോർണിംഗ് ടാസ്കുകൾ, മറ്റ് ഫിസിക്കൽ ടാസ്കുകൾ, വീക്ക്ലി ടാസ്കുകൾ എന്നിവ വരുന്ന ദിവസങ്ങളിൽ ഇതേപോലെ കുളി ലേറ്റായി കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരുടെ ദൈനംദിന പ്രവൃത്തിയെ അത് ബാധിക്കുമെന്ന് ക്യാപ്റ്റന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കുളിക്കാൻ കുറച്ചുകൂടെ സമയം കുറവ് എടുക്കുകയും അലക്ക് പോലുള്ള പരിപാടികൾ രാത്രി സമയത്തോ വീക്കെൻഡിലോ അല്ലാന്നുണ്ടെങ്കിൽ അതിന് സമയങ്ങളിലോ വെളുപ്പം കാലത്തോ കണ്ടെത്തേണ്ടതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൗസ് മേറ്റ്സിന് ആർക്കും തന്നെ ബുദ്ധിമുട്ട് ഉണ്ടാകില്ല എന്ന് ഈ പരാതിയിൽ ബോധ്യപ്പെടുത്തുന്നു. പരാതിയിൽ കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒപ്പ് സിജോ ജോൺ. രാവിലെ 10 മണി. ജാസ്മിൻ ജാഫർ എന്തിനാണ് കുളിക്ക് ഇത്ര സമയം എടുക്കുന്നത്? എന്ത് കുളിക്ക് കുളിക്കുന്ന? സത്യം പറഞ്ഞു എത്ര നേരം ഞാൻ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്തു. എന്റെ കുളിക്ക് വിലയില്ലേ അപ്പൊ ഇവിടെ? സീരിയസ് ആയിട്ട് ചോദിക്കുക. എന്റെ ശരീരത്തിന്റെ വിയർപ്പിന് എത്ര സമയമാണ് എന്ത് കുളിക്ക് കുളിക്കുന്ന? സത്യം പറഞ്ഞു എന്ത് നീരാട്ടായത്? അറിയാൻ വേണ്ടി വയ്ക്കുക. വെപ്പമുടി അഴിച്ചു വെച്ച് കഴുകണം. എന്തീ കാണിക്കുന്നത്? അറ്റ്ലീസ്റ്റ് കുറച്ച് വെള്ളം അങ്ങനെ താഴ്ത്തു വീഴുന്ന ശബ്ദങ്ങളും കേൾക്കണം. അതും കേൾക്കുന്നില്ല. ഞങ്ങൾ കേൾക്കുന്നില്ല പുറത്തിരുന്നു. അതുകൊണ്ടല്ലേ ചോദിച്ചത്. ഞാൻ എന്റെ പരാതി സ്വീകരിച്ചു ക്യാപ്റ്റൻ. കുളിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ കുളിച്ചാലും കുറ്റം, കുളിച്ചില്ലെങ്കിലും കുറ്റം. ആദ്യം കുളിക്കില്ലാതായിരുന്നു കുറ്റം. അതെ, കുളിക്കാൻ സമയം എടുക്കുന്നതാണ് കുറ്റം. കുളിച്ചതായി കുറ്റം. കുളിക്കാൻ സമയം എടുത്തോട്ടെ. അവര് എന്നിട്ട് രാവിലെ മോർണിംഗ് എനിക്ക് കുളിച്ചോട്ടെ. ഉച്ചയ്ക്ക് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ പരിപാടി അല്ലല്ല എല്ലാ പരിപാടി കഴിഞ്ഞിട്ട് കുളിച്ചോട്ടെ. നിങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുളി എന്ന് പറയുന്നത് അവർക്ക് കുളിക്കേണ്ട സമയം കുളിച്ചോളൂ. അപ്പൊ ഒന്നെങ്കിലും വെളുപ്പാൻ കാലത്ത് എണീറ്റ് തേച്ചു കുളിക്കണം. അതല്ല ഞാൻ മറ്റേ ഒന്നും കുത്തിക്കളയൊന്നും വേണ്ടല്ലോ ഇവിടെ അഴുക്കൊന്നു. എനിക്ക് ഇച്ചിരി കുത്തിക്കളയണം. അന്ന് കുത്തിക്കളാണെങ്കിൽ രാത്രി കുത്തണം, അല്ലെങ്കിൽ വെളുപ്പാകാലത്ത് എണീറ്റ് കുത്തണം. എനിക്കിവിടെ നടക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ വന്ന് കഥയെ കൊട്ടുന്ന സമയത്ത് ആ ഉള്ളി പുറത്തിറക്കിയിട്ട് ഇറങ്ങി തരണം. ജാസ്മിന്റെ കുളിതാർക്കും കുറക്കണം. ഞാനിന്ന് സമരം ചെയ്യൂടാ. ഞാൻ ജിൻഡോറെ കൂട്ടും വെയിലത്ത് വരിക അങ്ങനെ. അതൊക്കെ പുള്ളിയുടെ ഐറ്റം. എനിക്ക് ആയിരത്തൊന്നല്ല. ഞാൻ നേരെ കക്കൂസ് കയറി ഇരിക്കും അങ്ങോട്ട്. ഇവരെയൊക്കെ ഒന്ന് പിടിച്ച് ഞാൻ മാത്രം മതി. ഒറ്റക്കല്ല, ജാസ്മിന്റെ കുളിതാർക്കും കുറക്കണം. രാവിലെ 10:05. എന്തിനാ ആ ഒരു പേര് വെച്ചത്?
എത്ര പേര് ടണൽ നെസ്റ്റ് പിന്നെ ഡെൻ അതിന്റെ നടുവിൽ പവർ റൂം എന്നുള്ളത് മാറ്റി പീപ്പിൾസ് റൂം. മക്കള് മാറ്റിയത് കൊണ്ട് പീപ്പിൾസ് റൂം ആക്കി. അതുപോലെ ആർക്കാണ് കെയർ ആയപ്പോൾ എന്ത് വേണം ചെയ്യാൻ, ബട്ട് സ്റ്റിൽ പീപ്പിൾ എന്ന് വെച്ചത് മേ ബി കിടന്ന് ഉറങ്ങാനും കുഴപ്പമില്ലായിരിക്കും അവിടെ. ബിഗ് ബോസ് പ്ലീസ് അപ്പടി മട്ട് വെക്കണ്ട, എല്ലാരും എന്നിട്ട് താമരയിലയിൽ വന്ന് കിടക്കും. ഇവിടെ ഇപ്പം എന്റെ പ്രശ്നം ഇപ്പം എനിക്ക് താമരയിൽ കിടക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നടക്കൂല. പിന്നെ നീ ഇങ്ങനെ പറയും ബാക്കിയുള്ള ഇവിടുത്തെ കണ്ടസ്റ്റൻസും കേട്ടോണ്ടിരിക്കുക. അപ്പൊ നീ കേട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പോയി അവിടെ കിടക്കും. ഇന്നലെ നന്ദനടുത്തും ഞാൻ പറഞ്ഞു, ഫസ്റ്റ് നന്ദനോട് ഞാൻ പറഞ്ഞതുപോലെ അത് മാറ്റണ്ട, നീ മാറ്റോ அப்படின்னு ഞാൻ ചോദിച്ചു. അപ്പൊ അവ വന്നിട്ട് ഇല്ല മാറ്റില്ല, ഞാൻ ഒരിക്കലും മാറ്റില്ല, ചേച്ചിക്ക് ഈ ഒരു വാരം അവിടെ ഇതാ அப்படி. ശരി ഓക്കെ. പിന്നെ അതിനുശേഷം നൈറ്റ് വേറെ മാതിരി. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു നീ മാറ്റിക്ക, എനിക്കൊരു പ്രശ്നവും ഇല്ല എന്തോ ഒരു സംസാരത്തിൽ. അപ്പൊ അവള് അപ്പൊ ഓക്കെ ഞാൻ മാറ്റുണ്ടാ அப்படின்னு പറഞ്ഞു. ശരി ഓക്കെ മാറ്റിക്കോ. പുള്ളിക്കാരനാണ് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് പവർലെസ് ആയി. എനിക്ക് ഉണ്ടായിരുന്നു, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പവർ റൂമിൽ ഉണ്ടായിരുന്നിട്ട് പവർ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. രാവിലെ 11:40. ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാന ആഴ്ചകളിലേക്ക് അടുക്കുകയാണ്. 10ാം ആഴ്ച ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തിഗത മത്സരം പുറത്തെടുക്കേണ്ട ദിനങ്ങളാണ് വരാൻ പോകുന്നത്. അധികാരങ്ങളും നോമിനേഷൻ മുക്തിയും ഈ വീടിന്റെ നിയന്ത്രണവുമെല്ലാം ഇനി ക്യാപ്റ്റനിൽ മാത്രം നിക്ഷിപ്തമാണ്. പുതിയ ക്യാപ്റ്റനായ നന്ദനയ്ക്ക് അഭിനന്ദനങ്ങൾ. മുൻപത്തെ ക്യാപ്റ്റനായ ഋഷി പുതിയ ക്യാപ്റ്റനായ നന്ദനയെ ക്യാപ്റ്റൻ ബാൻഡ് ധരിപ്പിച്ച് അധികാരം കൈമാറുക. ബിഗ് ബോസ് ലഭിച്ചിരിക്കുന്നു ക്യാപ്റ്റൻ എന്ന പദവി. നന്ദന, യെസ് ബിഗ് ബോസ്, ഈ സീസണിൽ നിങ്ങളാണ് പവർ ടീമിന്റെ കീഴിലല്ലാതെ സ്വതന്ത്ര ക്യാപ്റ്റനാവുന്ന ആദ്യത്തെ വ്യക്തി. താങ്ക് യു ബിഗ് ബോസ്. സ്വാഭാവികമായും ക്യാപ്റ്റൻ എന്ന നിലയിൽ നന്ദനയുടെ ഉത്തരവാദിത്തങ്ങൾ ഇരട്ടിയാണ്. അതുപോലെ ക്യാപ്റ്റന്റെ പ്രവൃത്തികളിൽ ജാഗരൂകരായിരിക്കേണ്ടത് ബാക്കിയുള്ളവരുടെയും ഉത്തരവാദിത്തമാണ്. ഇനി കുക്കിംഗ്, വെസൽ വാഷിംഗ്, ഫ്ലോർ ക്ലീനിംഗ്, ബാത്റൂം ക്ലീനിംഗ് എന്നീ ജോലികൾക്കായി 4 ടീമുകളെ ക്യാപ്റ്റൻ ഇപ്പോൾ തിരഞ്ഞെടുക്കുക. ഇനി ഇവിടെ ജോലികൾക്കനുസരിച്ചുള്ള ടീമുകൾ മാത്രമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ജോലിയുടെ ആവശ്യകതയനുസരിച്ച് ടീമുകളുടെ അംഗബലം നിശ്ചയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാത്റൂം ടീമിൽ തുടങ്ങാം. ആദ്യം ഇത് ബാത്റൂം ടീമാണ്. സിജോ ചേട്ടൻ, അപ്സരേച്ചി, സായി ചേട്ടൻ. ഇതിലെ ക്യാപ്റ്റൻ സായി ചേട്ടനാണ്. ഇനി പറയേണ്ട കാര്യങ്ങൾ ബാത്റൂം നിങ്ങൾ അപ്സരേച്ചി സിജോ ചേട്ടനും ക്ലീൻ ചെയ്തിട്ടുള്ളതാണ്. നോക്കിയും കണ്ടൊക്കെ കാര്യങ്ങൾ വീണ്ടും ചെയ്യുക. ഇനി പറയാനൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാം. 63, 64 ദിവസമായി, 65ാമത്തെ ദിവസത്തേക്ക് കടന്നു നമ്മള്. അപ്പൊ കാര്യങ്ങൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യുക. ഫുൾ ടൈം ക്ലീൻ ആയിരിക്കണം. ക്ലീൻ ആയി കണ്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോടായിരിക്കും, ആര് ചെയ്താലും ഞാൻ നിങ്ങളോടായിരിക്കും ചോദിക്കുക. നിങ്ങൾ അപ്പം അത് ക്ലീൻ ചെയ്യണം. ഓക്കെ. സായി ചേട്ടൻ ക്യാപ്റ്റനാണ്. സായി ചേട്ടനോടായിരിക്കും ചോദ്യം വരിക. സായി ചേട്ടൻ ശ്രദ്ധിച്ചാൽ മതി. താങ്ക് യു ക്യാപ്റ്റൻ. ഫ്ലോറിനെ വിളിക്കാം. ഫ്ലോർ അടിച്ചു വരാൻ നിങ്ങൾ നല്ല യോഗ്യതയാണെന്ന് ഞാൻ കണ്ടിട്ട് പറയുന്നു. അഭിഷേക് ചേട്ടൻ ക്യാപ്റ്റൻ ആവട്ടെ. ജാസ്മിൻ ചേച്ചി, അർജുൻ ചേട്ടൻ, അഭിഷേക് യെസ് ചേട്ടൻ. ബിഗ് ബോസ് ഇവരാണ് ഫ്ലോറിന്റെ ആൾക്കാര്. വെസലിന് ജിൻഡോ ചേട്ടനും റസ്മിൻ ചേച്ചിയും, ക്യാപ്റ്റൻ ജിൻഡോ ചേട്ടൻ. കറക്റ്റായിട്ട് കാര്യങ്ങൾ നോക്കുക. ആരാ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ജിൻഡോ ചേട്ടൻ എന്നോട് പറയാം. ഓക്കെ. കുക്കിംഗ് ടീം ശ്രീദേച്ചി, ഋഷി ചേട്ടൻ, നോറേച്ചി, അൻസിബേച്ചി. ക്യാപ്റ്റൻ ഋഷി ചേട്ടനാണ്. ഋഷി ചേട്ടൻ, ശ്രീദേച്ചി, നോറേച്ചി, അൻസിബേച്ചി. ഇപ്പോൾ ഈ വീട്ടിൽ 4 റൂമുകളുണ്ട്. അതെ ബിഗ് ബോസ്. 4 ടീമുകളും. അതെ. ഏതൊക്കെ ടീം ഏതൊക്കെ റൂമുകളിൽ കിടക്കണമെന്ന് ക്യാപ്റ്റന് തീരുമാനിക്കാം. ഇനി മുതൽ ഇവിടെ എല്ലാ റൂമുകൾക്കും തുല്യ പ്രാധാന്യമാണ്. ശ്രീധി ചേച്ചിയുടെ ആഗ്രഹം മാനിച്ചുകൊണ്ട് ഞാൻ ഇവരെ പീപ്പിൾ റൂമിലേക്ക് ഇടാണ്. എന്താ കാരണം വെച്ചാൽ ഒരാൾ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് എനിക്ക് സാധിച്ചു കൊടുക്കണമെന്നുണ്ട്. അങ്ങനത്തെ ക്യാപ്റ്റൻ ആയിരിക്കും ഇനി മുതൽ. അപ്പോ ശ്രീധി ചേച്ചി ടീം, കുക്കിംഗ് ടീം പീപ്പിൾസ് റൂമിൽ. സന്തോഷമായില്ലേ? കക്കൂസ് ടീം എനിറ്റോളൂ, ബാത്റൂം ടീം നിങ്ങൾ എത്ര എളുപ്പത്തിൽ പോവാൻ ഇതായിരിക്കും. നിങ്ങൾ ടണലില് കിടന്നോളൂ. ഫ്ലോർ എനിറ്റോളൂ. നിങ്ങൾ നെസ്റ്റിൽ കിടന്നോ. ഓക്കെ. വെസൽ ഡണ്ണില്. ക്യാപ്റ്റന് ഏത് റൂമിലും കിടക്കാം. ഓക്കെ ബിഗ് ബോസ്. താങ്ക് യു. രാവിലെ 11:50.
നിങ്ങൾക്ക് ഇപ്പോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നിങ്ങളുടെ സന്തോഷമാണെങ്കിലും ക്യാപ്റ്റൻ എന്ന നിലയ്ക്കും നന്ദന എന്ന നിലയ്ക്കും നിങ്ങൾ എന്നോട് പറയാറുണ്ട്. ഇനി ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് നിങ്ങൾ എന്നോട് പറയാം, ഞാൻ അത് കേൾക്കാനും അത് പരിഹരിക്കാൻ നോക്കാനും ശ്രമിക്കും. പരിഹരിച്ചില്ലെങ്കിൽ മാത്രമാണ് നമുക്ക് ഇനി ലാലേട്ടൻ്റെ അടുത്ത് പറയാൻ പറ്റുള്ളൂ ആ കാര്യങ്ങളൊക്കെ. പിന്നെ വൃത്തിയും വെടുപ്പും എന്ന് പറയുന്ന കാര്യം മെയിൻ ആയിട്ട് വേണ്ട കാര്യമാണ്. ഇപ്പൊ ടിഷ്യൂ കിടക്കണുണ്ട് ഫ്ലോർ ടീമിന്റെ ശ്രദ്ധയ്ക്ക്. ഇവിടെ ടിഷ്യൂ ഇട്ടത് ആരാണെന്ന് ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ. നിങ്ങളത് കണ്ട ഞാൻ ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും കണ്ട ക്യാപ്റ്റനോട് പറയാം, അല്ലാണ്ട് ഫ്ലോറിന്റെ ആൾക്കാരോട് പറയേണ്ട ആവശ്യമില്ല. എന്നോട് പറഞ്ഞിട്ട് ഞാൻ എന്റെ പിള്ളേരോട് പറയും. അത് കേട്ടിട്ട് അവർ ചെയ്താൽ മതി. അല്ലാണ്ട് ആരും അത് ചെയ്യുന്ന ആജ്ഞാപനം വേണ്ട. ആജ്ഞാപിക്കാണ്ടെങ്കിൽ അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, ഇപ്പോ നിങ്ങളുടെ കുക്കിംഗ് ടീം ആണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും സാധനങ്ങൾ ഇല്ല, അതില്ല, ഇതില്ല എന്നുണ്ട് പറഞ്ഞ അവിടെ ഇവിടെ നടക്കണ്ട. അത് എന്നോട് പറയാം, ഞാനത് പരിഹരിച്ചു തരും. ഓക്കെ, ഇപ്പൊ ക്ലീൻ അല്ലെങ്കിൽ ആരാണോ ക്ലാസ് എടുക്കുന്നത് അവർക്കായിരിക്കും പണിഷ്മെന്റ് തരാം. നിങ്ങൾക്ക് ആർക്കും പണിഷ്മെന്റ് തരാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് ബിഗ് ബോസ് എനിക്ക് അവകാശമില്ലേ? ബിഗ് ബോസ് ഉണ്ട്, ക്യാപ്റ്റൻ നിലയ്ക്ക് അവകാശം ഉണ്ട്. ആരെന്ത് ചെയ്താലും അവിടെ എന്ത് ചെയ്താലും ഞാൻ കുക്കിംഗ് ടീമിനോട് അത് ചോദിക്കുക. ഉറപ്പായിട്ടും കുക്കിംഗ് ടീം അതിനുള്ള മറുപടി എനിക്ക് തരണം. ഓക്കെ, പിന്നെ ബാത്റൂം ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം അവിടെ മുടിയും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. എപ്പോൾ മുടി കണ്ടാലും ഞാൻ അത് ക്ലീൻ ആക്കാൻ പറയും നിങ്ങളോട്. ഇനി തിളങ്ങണം, അത് നിങ്ങളുടെ കഴിവ്, നിങ്ങൾ തിളക്കണം ബാത്റൂം. പിന്നെ വെസലും ഫുൾ ടൈം ക്ലീൻ ആയിരിക്കണം. ജിൻഡോ ചേട്ടൻ റസ്മി ചേച്ചി കൂടിയിട്ട് നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് തകർത്ത് പൊളിച്ചടുക്കിയിരിക്കണം. പിന്നീട് മോർണിംഗ് ആക്ടിവിറ്റി നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ചായ കുടിച്ചു കഴിഞ്ഞാൽ തുടങ്ങുന്ന ഒരു പരിപാടിയാണ്. അതിനു മുമ്പ് കുളിക്കാൻ പോണവർക്ക് കുളിക്കാൻ പോകേണ്ട ആവശ്യമില്ല. എണീക്കാം, രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞിട്ട് മാത്രം മോർണിംഗ് ടാസ്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ കുളിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നേരത്തെ എണീറ്റോ എന്നിട്ട് കുളിച്ചോ. മോർണിംഗ് ടാസ്കിന് എല്ലാവരും എത്താൻ പറയുമ്പോൾ ബാത്റൂമിനായാലും അതെ പെട്ടെന്ന് എത്തിയിരിക്കണം. അല്ലെങ്കിൽ നടപടി ഞാൻ എടുത്തിരിക്കും. ഇപ്പൊ ബക്കറ്റിൽ മുക്കി വെക്കണ കഥ. ഇപ്പൊ ചിൻഡോ ചേട്ടനായാലും ഇന്ന് ഞാൻ മോർണിംഗ് കണ്ടു ബക്കറ്റ് തരാണ്ട് പല്ലേക്കാൻ പോലെ. അതൊക്കെ പിന്നീടാവാം. ബക്കറ്റ് തോരി ഇട്ടിട്ട് ഒരാൾ കുളിക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആ കുളിക്കാനുള്ള സാധനം കൊടുത്തു കഴിഞ്ഞിട്ട് പല്ലേക്ക് ചായ കുടിക്കുക എന്ത് വേണേലും ചെയ്യാം. അതൊരു നോട്ട് ചെയ്യണേ. ബെഡ് മടക്കി വെക്കേണ്ടത് സ്വന്തമായിട്ട് ബെഡ് മടക്കി വൃത്തിയിൽ എന്നും വെച്ചിരിക്കണം. അത് കണ്ടിപ്പോ ആരുടെ റൂമിലാണോ ഞാൻ വൃത്തികേടായിട്ട് കണ്ടത്. പിന്നത്തെ കാര്യം അപ്പൊ നമുക്ക് നോക്കാം. ഡൈനിങ് ഇനി നിങ്ങൾ ചെയ്യണം. ഫ്ലോറിന്റെ ആൾക്കാർ ഫ്ലോർ ചെയ്യട്ടെ. ഡൈനിങ് നിങ്ങൾ ചെയ്യണം. ഡൈനിങ്ങിൽ കാണുന്ന കാര്യം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇട്ട് ആ ഭക്ഷണം കഴിച്ച സാധനം അവിടെ വെച്ച് പോകുന്നുണ്ട്. നിങ്ങളായിരിക്കും അതിന് ഉത്തരവാദിത്തങ്ങൾ. ഇനി നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആരാണ് അവിടെ വെച്ച് പോകുന്നത്. എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഇന്നത് ടിഷ്യൂ കൊടുത്തിട്ട് നിങ്ങൾ എല്ലാവർക്കും ഒരു ടിഷ്യൂ കൊടുത്ത് ഭക്ഷണം കഴിക്കാതിരിക്കില്ല. എല്ലാവരും ടിഷ്യൂ അത് കൈ തുടയ്ക്കാനല്ല, അവിടെ തുടയ്ക്കാനാണ്, ആ സാധനം തുടയ്ക്കാനാണ്. ആ മുമ്പ് കൊടുത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കാതിരുന്നതിന് ശേഷം തുടച്ചിട്ട് വൃത്തിയാക്കിയിട്ട് പോയാൽ മതി. നിങ്ങൾ ഉറപ്പായിട്ടും പറയണം. അത് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങളോട് അല്ലെങ്കിൽ ഞാൻ ചോദിക്കും, നിങ്ങൾ ഫുൾ ടൈം തുടച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതിനുള്ള പണിഷ്മെന്റ് ഞാൻ തന്നിരിക്കും. പിന്നെ ഇത്രേ ഉള്ളൂ പറയാം ബിഗ് ബോസ്. മോർണിംഗ് ടാസ്ക് മെയിൻ ആയിട്ട്. പിന്നെ ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കുമ്പോ ചില എന്നുള്ള വർത്താനം ഞാൻ സമ്മതിക്കില്ല. ശബ്ദിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശബ്ദിക്കാണ്ടിരിക്കണം. അതാണല്ലോ ക്യാപ്റ്റൻ. ഇനി ക്യാപ്റ്റന്റെ പവറാണല്ലോ ഇവിടെ കാണണ്ടേ. ഓക്കെ, ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല ജാസ്മിൻ ചേച്ചി. ഓക്കെ, ബിഗ് ബോസ് കഴിഞ്ഞു. സൂപ്പർ. ഉച്ചയ്ക്ക് 12 മണി. Dear Captain and housemates, it's time to quench your thirst with Tank. നല്ലൊരു റീഫ്രഷിംഗ് ഡ്രിങ്കായ ടാങ്ക് ഓറഞ്ച്, നാരങ്ങ, മാമ്പഴം എന്നീ രുചികളിൽ ലഭ്യമാണ്. വീടിന്റെ പുതിയ ക്യാപ്റ്റന് ടാങ്കിന്റെ അഭിനന്ദനങ്ങൾ. ടാങ്ക് കുടിച്ച് സ്വയം ഇടവേളകൾ നൽകൂ, ആസ്വദിക്കൂ. താങ്ക് യു ബിഗ് ബോസ്. താങ്ക് യു ടാങ്ക്. എല്ലാവരും കൂടി താങ്ക് യു ടാങ്ക് എന്ന് ഒരുമിച്ച് പറഞ്ഞേ. ഓക്കെ, ഗുഡ് ബോയ്സ്, ഗുഡ് ഗേൾസ്. എത്ര ഊത്തുന്നു? ഒരുമിച്ച് കുടിക്കാനാണ് പറഞ്ഞത്. എല്ലാവരും ഒരുമിച്ച് വാ. ഇല്ലല്ല, വാ ഒരുമിച്ച് വാ. റെഡി, 1 2 3 സ്റ്റാർട്ട്. താങ്ക് യു ടാങ്ക്. കുടിച്ചോളൂ. ഉച്ചയ്ക്ക് 12:20. ഞാനിവിടെ വന്ന ദിവസങ്ങളിൽ നിന്റെ വേർഡ്സ് എന്ന് പറയുന്നത് ലൈക്ക് എന്താ പറയണ്ടേ, ഞാൻ എടുത്തൊന്ന് പറഞ്ഞില്ലായിരുന്നു. നിന്റെ വേർഡ്സ് ഇതേ മോഡുലേഷനും വേവ് ലെങ്ത് ഇത് തന്നെയായിരുന്നു. പക്ഷെ പറയുന്ന കാര്യങ്ങളിനകത്തുള്ള കൃത്യതയും വ്യക്തതയും ഭയങ്കര കുറവായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ ഷാർപ്പായിട്ടുണ്ട്. വേർഡ്സ് കുറച്ചുകൂടെ ഷാർപ്പായിട്ടുണ്ട്. പറയുന്ന കാര്യങ്ങളിനകത്ത് കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി ഉണ്ട്. നേരത്തെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു. എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പറയുമ്പോഴത്തേക്കും. ഇവിടെ എല്ലാവരും പറയണ ഒരു കാര്യമുണ്ട്. എന്നിട്ട് അറിയോ, ആർക്കും പല മുഖമാണ്.
പല സ്ഥാനങ്ങൾ വെക്കുമ്പോ അവർക്ക് ഓരോ പറഞ്ഞോട്ടെ, ഞാൻ ഇത് കൂടെ എടുത്തു. അല്ല ഏറെ മുഖങ്ങൾ എടുക്കണം. അതാ പറ്റും. ഇല്ല, ഞാൻ ഇങ്ങനെ വിചാരിക്കുള്ളൂ ഏട്ടാ. നീ പഴയതുപോലെ ഒക്കെ ഉണ്ട്, നീ ക്യാപ്റ്റനാണ്. അപ്പൊ ഇല്ല പഴയ പോലെ നിൽക്കുള്ളൂ. എന്താ പറയുക, ഞാൻ അങ്ങനത്തെ ഒരു ഇതാ, ഞാൻ എന്റെ ക്യാരക്ടർ ക്യാപ്റ്റന്റെ പവറിൽ നിൽക്കണം. പവർ ഉണ്ടാവും, പക്ഷെ പഴയ കുട്ടി കാണിക്കുമ്പോഴാണ് പല മുഖമാണ്. ഓവർ പവേർഡ് ആവരുത് നമ്മൾ. ഓവർ പവേർഡ് ആവരുത്. ഓവർ പവേർഡ് അല്ല, അവള് ഓവർ പവേർഡ് ആവണല്ലോ. അല്ല, ഓവർ പവേർഡ് ആവരുത്. എന്തിനു പറയണത് മനസ്സിലാവില്ലല്ലോ. അങ്ങനെയല്ല, ഞാൻ ശ്രദ്ധിച്ച, ഞാൻ നിന്റെ അടുത്ത് വന്ന് ഏറ്റവും ആദ്യം എന്താ പറഞ്ഞേ, ഈ വീക്കിൽ ഞാൻ എന്താ കേട്ടെ, അപ്പൊ അതിൽ നിന്ന് നീ സംസാരിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നിന്റെ സംസാരത്തിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് എനിക്ക് ഫീൽ ചെയ്തു. അത് നല്ലതല്ലേ? അത് നല്ല കാര്യമല്ലേ? 64-ാം ദിവസം ഉച്ചയ്ക്ക് 1 മണി. ശ്രദ്ധിക്കുക, പ്രേക്ഷക പിന്തുണ അനിവാര്യമായ ബിഗ് ബോസ് വീട്ടിലെ നിലനിൽപ്പിനായി കൂടെയുള്ള മത്സരാർത്ഥികളെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന 10ാം ആഴ്ചയിലെ നോമിനേഷൻ പ്രക്രിയയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ക്യാപ്റ്റനായ നന്ദനയെയും ഹോട്ടൽ ടാസ്കിലൂടെ ഡയമണ്ട് സ്വന്തമാക്കിയ സായിയെയും ആർക്കും ഇത്തവണ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ ശിക്ഷയുടെ ഭാഗമായി യെല്ലോ കാർഡ് കിട്ടി 2 ആഴ്ചത്തെ നോമിനേഷനിൽ നേരിട്ട് ഉൾപ്പെട്ടിരിക്കുന്ന റസ്മിന് നോമിനേഷൻ ചെയ്യാനുള്ള അവകാശം ഇത്തവണ ഉണ്ടായിരിക്കില്ല. റസ്മിന്റെ പേര് ആരും നോമിനേറ്റ് ചെയ്യേണ്ടതുമില്ല. ഇത്തവണ വളരെ വ്യത്യസ്തമായൊരു രീതിയിലാണ് നോമിനേഷൻ പ്രക്രിയ നടക്കാൻ പോകുന്നത്. ജാസ്മിൻ, അഭിഷേക് രണ്ടുപേരും കൺഫെഷൻ റൂമിലേക്ക് വരിക. നിങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങളിൽ ഒരാളെ പ്രേക്ഷക വിധിക്കായി ഇപ്പോൾ നോമിനേറ്റ് ചെയ്യുക. ഓക്കെ. പരിമിതമായ സമയത്തിനുള്ളിൽ തീരുമാനമായില്ലെങ്കിൽ രണ്ടുപേരും നോമിനേഷനിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് എന്റെ പോസിറ്റീവ്സ് പറയാം, എന്നിട്ട് നീ നിന്റെ പോസിറ്റീവ്സ് പറഞ്ഞു. പോസിറ്റീവ്സ് അല്ല, ഇതുവരെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഗെയിമിൽ നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? എന്റെ ഗെയിം എന്ന് വെച്ചാൽ ഞാൻ ടാസ്കുകൾ ഞാൻ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ കുറെ ടാസ്കുകൾ ജയിച്ചിട്ടുണ്ട്. കുറെ എണ്ണത്തിൽ ഞാൻ ജയിച്ചില്ലെങ്കിലും അതിനകത്ത് എന്റേതായ മാർക്കുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ടാസ്ക് ഇതും എന്റെ ക്യാരക്ടേഴ്സ് അതിനകത്ത് ഒരു ഫേക്ക്നെസ്സും ഇല്ല. ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് നിൽക്കാൻ നോക്കിയിട്ടുള്ളത്. നോമിനേഷനിൽ വരാനുള്ള നോമിനേഷൻ വെച്ചാൽ ഞാൻ നല്ല ഗെയിമറാണ്. ഇവിടെ ടാസ്ക് മാത്രമല്ല, ഇവിടെ ബിഗ് ബോസ് ഡേ 1 തൊട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ടാസ്കുകളിലും എന്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. ജയിച്ചിട്ടുള്ള ഒരുപാട് ഗെയിമുകളും ഉണ്ട്. പുറത്തു നിന്നും അകത്തു നിന്നും നീ കണ്ടിട്ടുണ്ടായിരിക്കും. ടാസ്ക് എന്നുള്ളൊരു പോർഷൻ മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകർ വിധി നമുക്ക് എഴുതുന്നത് ടാസ്കിന്റെ ഒരു വിലയിൽ മാത്രമല്ല. ഇപ്പൊ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പവർ റൂമിൽ കയറുക അല്ലെങ്കിൽ ക്യാപ്റ്റൻസിയിൽ കയറുക എന്നുള്ളതാണ്. പ്രേക്ഷകരിൽ ഒരു വോട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മളെ എത്രത്തോളം എക്സ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എത്രയും നിൽക്കാൻ യോഗ്യതയാണെന്ന് കാണിക്കുന്നതാണ്. പക്ഷെ അഭിഷേക് അത് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അഭിഷേക് കൂടുതലും ഇവിടെ സൈലന്റ് ആയി നിൽക്കുന്നതാണ് ഞാൻ കണ്ടുള്ളത്. അഭിഷേക് ടാസ്ക് ചെയ്യാറുണ്ട്, വളരെ മികച്ചതായി തന്നെ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു കാര്യം വരുമ്പോൾ അഭിഷേക് നല്ല രീതിയിൽ അവിടെ സംസാരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ സംസാരിക്കുന്നതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച അഭിഷേക് പവർ റൂമിലുണ്ടായിരുന്നു. പവർ റൂമിൽ അഭിഷേക് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പ്രാങ്കിന്റെ പോർഷൻ കണ്ടിട്ടില്ല ജാസ്മിൻ? അഭിഷേക് 5 ദിവസം ഉള്ളതിൽ ഒരു പ്രാങ്ക് മാത്രമാണ്. ഓരോന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ നമുക്ക് സമയമില്ല. നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം മാത്രം സംസാരിക്കാം. കഴിഞ്ഞ ആഴ്ച പ്രാങ്ക് അല്ലാതെ അഭിഷേക് എന്ത് ചെയ്തു? പ്രാങ്ക് അല്ലാതെ ഞാൻ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു. ഞാൻ ഇവിടെ നിങ്ങൾ മറ്റേ ടീം എന്തോ നമ്മൾ എല്ലാം നിർത്തിപ്പോയപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കിച്ചൺ ടീമിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രാങ്കിന്റെ സമയത്ത് സംസാരിച്ചിട്ടുണ്ട്. ഗസ്റ്റിന് എയെ കുറിച്ച് ഭയങ്കര ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവരല്ലാതെ മറ്റേ കുറെ. പക്ഷേ ഇവിടെ ഗസ്റ്റുകൾ നമ്മളിപ്പോ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നപ്പോഴും അഭിഷേകിനെ പറ്റി പറഞ്ഞത് വളരെ വളരെ നല്ല കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അഭിഷേക് ഉറപ്പായും അപകടം വരുന്ന രീതിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അതായത് അത് നിങ്ങളുടെ ടീമിലുള്ള അല്ല ഞാൻ പറയട്ടെ, അതല്ല ഞാൻ പറഞ്ഞത്. അത് നിങ്ങളുടെ ടീമിൽ തന്നെ ഒരാൾ വളച്ചൊടിക്കുന്നതും വളച്ചൊടിക്കുമ്പോൾ അതിന്റെ അടുത്ത് വന്നിട്ട് എന്താ അവിടെ ഇടി കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തി ഇവിടെ നിൽക്കാനുള്ള ഒരു അവകാശവും ഇല്ല. അതായത് ഒരാൾക്ക് അപകടകരമായിട്ടുള്ള പരിപാടി. അതായത് എണ്ണ ചൂട് എണ്ണ ദേഹത്ത് വീണാൽ എന്ത് പറ്റും? ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് ഉള്ളിവട എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഉള്ളിവട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ചൂടോടെ എണ്ണ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഞാൻ തൊട്ട് പുറയിൽ തന്നെ നിൽപ്പുണ്ട്. ഞാൻ നിൽപ്പുണ്ട്. ഞാൻ കണ്ടുകൊണ്ട് ഞാൻ നോക്കി നീ ഇടയ്ക്ക് കയറി വന്നിട്ട് ഇത് പിടിച്ച് തിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പൊ നീ അതായത് അപകടകരമായിട്ടുള്ള രീതിയിൽ അല്ല ഞാൻ പറയട്ടെ, അപകടകരമായിട്ടുള്ള രീതിയിൽ ഒരു പ്രവൃത്തി ചെയ്തു. അത് വാക്കുകൾ പല ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ആൾക്കാർ വരുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് മാന്യത ഇല്ല എങ്കിൽ പോലും നമ്മുടെ ഗസ്റ്റിനോട് ഒരു മാന്യത കാണിക്കാന്നുള്ളത്. അപ്പൊ ഒരു ഗസ്റ്റ് വന്ന് അവിടെ ഇരിക്കുമ്പോൾ മസാജ് ചെയ്തിരിക്കുന്നിടത്ത് ഡോർ തുറന്നിട്ട് ഊളകളെ എന്ന് വിളിക്കുന്നു.
അത് നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരേണ്ട കാര്യമാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് പോലും മര്യാദയ്ക്ക് പഠിച്ചുകൊണ്ട് വരാൻ പറ്റാത്ത ഒരു, അതായത് നമ്മൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇവിടുത്തെ കാര്യം തന്നെയാ. അതെ, അത് ബേസിക് നേച്ചറിന്റെ കാര്യമാണ്. അതായത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ, ഒരു കാണുന്ന വ്യക്തികൾക്ക്, ഒരു മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആവാൻ പറ്റണം, കാണുന്ന ജനങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തി, അതായത് ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇവിടെ മുൻപും ഉണ്ടാക്കിയിട്ടുണ്ട്. ഹൈജീന്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും മുൻപും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ജനങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത ആളാണ് ജാസ്മിൻ. അപ്പൊ ജാസ്മിൻ നോമിനേഷനിൽ വരാൻ പൂർണ്ണ അവകാശമുള്ള വ്യക്തിയാണ്. ഓക്കെ, ശരി. എന്റെ അറിവില് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അഭിഷേക് നോമിനേഷനിൽ പോകുന്നതാണ് വൃത്തി. കാരണം ഞാൻ ഇതിനൊപ്പം അഭിഷേക് പറഞ്ഞ രീതിയിൽ ഞാൻ നോമിനേഷനിൽ ഒരുപാട് വട്ടം വന്നിട്ടുള്ള ഒരാളാണ്, അഭിഷേകം വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു പ്രവൃത്തി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ നല്ല വൃത്തിക്ക് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് 100% ഒന്ന് പറഞ്ഞിരിക്കട്ടെ. 100% എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഏറ്റവും മികച്ചതായി തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ചെയ്തതെന്നുള്ളത്. അത് ഗസ്റ്റും ഇവിടെയുള്ള ആളുകളും അതുപോലെ തന്നെ ലാലേട്ടനും വന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ സംസാരിച്ചിരുന്നതാണ്. പിന്നെ ഇതൊക്കെ ചെയ്തിട്ടും ജയിലിൽ പോയി കിടക്കേണ്ട ഒരു അവസ്ഥ വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് കൂടെ പറയാനുള്ളത്, അതായത് ഡേ 1 മുതൽ ഇതുവരെ അവരോടല്ല പറയണ്ടേ, ഡേ 1 തൊട്ട് ഇതുവരെ കഴിഞ്ഞ ആഴ്ച അത് ഞാൻ പറയുന്നത് ഇതുവരെ കോംബോ മാത്രം പിടിച്ചോണ്ടിരുന്ന ആള് കഴിഞ്ഞ ആഴ്ചയാണ് ഒറ്റയ്ക്ക്. അത് എന്തുകൊണ്ടാണ്? ഒരാൾ പുറത്തു പോയതുകൊണ്ട് മാത്രമാണ് കോംബോ എന്ന കൺസെപ്റ്റ് വിട്ടത്. അതായത് രണ്ടുപേരും ഒരുമിച്ച് ഗെയിം കളിച്ച ആളാണ്. അപ്പൊ ഇത് രണ്ടുപേരും ഒരുമിച്ച് നോമിനേഷനിൽ വരും. നമ്മുടെ ഈ ഗെയിമിന് ഒരു വാല്യൂ ഇല്ലാത്ത, ഇതിനൊരു വാല്യൂ ഇല്ലാത്ത. അപ്പൊ സിംഗിൾ ഗെയിം, സിംഗിൾ ആയിട്ട് ജാസ്മിൻ നോമിനേഷനിൽ നിൽക്കുക, അതാണ് ഞാൻ പറയുന്നത്. ഇത്രയും നാൾ കോംബോ ആയിട്ട് നിൽക്കുകയാണ്, ഇതൊരു സിംഗിൾ ആയിട്ട് നിൽക്കുക, സിംഗിൾ ആയിട്ട് നോമിനേഷനിൽ നിൽക്കുക എന്നുള്ളതാണ്. കാരണം സമ്മതിച്ചില്ല, നീയും സമ്മതിച്ചില്ലെങ്കിൽ രണ്ടുപേരും നോമിനേഷനിൽ വരും. ഈ ടാസ്കിന് വിലയില്ലാതായിപ്പോ അങ്ങനെ ഒരു രസം വന്നിട്ട് കാര്യമില്ല. കാരണം ഈ ഒരു ടാസ്ക് വെച്ചിരിക്കുന്നത് നമ്മൾ ഒരാളെ നോമിനേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അഭിഷേകിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അഭിഷേക് സമയം കഴിഞ്ഞു. കാരണം കഴിഞ്ഞ ആഴ്ച ചെയ്ത് വെച്ചിട്ടാണ്. നിങ്ങളിൽ ആരാണ് നോമിനേഷനിൽ വരുന്നത്? അഭിഷേക്. ഇല്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. അഭിഷേക് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും. ഞാൻ പറഞ്ഞു ജാസ്മിൻ. രണ്ടുപേർക്കും പോകാം. ഓക്കെ. 64-ാം ദിവസം ഉച്ചയ്ക്ക് 1:15. ജിൻഡോയും അർജുനും വരൂ. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഓരോ വീക്കും നിൽക്കുന്നത് ഞാൻ പ്രൂവ് ചെയ്ത്, നമ്മൾ രണ്ടുപേരും പ്രൂവ് ചെയ്ത് തന്നെയാണ്. ഞാൻ ചേട്ടന് പ്രൂവ് ചെയ്തതെന്ന് പറഞ്ഞില്ല. ഓരോ വീക്കും ഞാൻ നിൽക്കുന്നത് എൻ്റെതായ എഫേർട്ട് ഇട്ടിട്ടും എൻ്റെതായ രീതികളിലും. ഫസ്റ്റ് വീക്ക് ക്യാപ്റ്റൻ ആയതൊട്ട് ടിൽ ഈ വീക്ക് പവർ റൂമിൽ കയറി വരെ എൻ്റെതായ ഇൻഡിവിജ്വൽ ഇതിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. സോ എനിക്ക് നെക്സ്റ്റ് വീക്ക് കൂടെ എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ അതിലും ബെസ്റ്റായിട്ട് പ്രൂവ് ചെയ്യാൻ നോക്കും. ഇതിനേക്കാളും കൂടുതൽ ഞാൻ ഒരുപാട് നോമിനേഷനിൽ വന്നേക്കുന്ന ആളാണ്. കഴിഞ്ഞ ആഴ്ചയും കൂടി ഞാൻ നോമിനേഷനിലുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന് ഈ പ്രാവശ്യത്തെ നോമിനേഷൻ പോകാൻ ചേട്ടന് പേടിയൊന്നുമില്ല? എനിക്ക് പോകാൻ പേടിയില്ല എന്നുള്ളതല്ല, ശരിക്കും നീ പോയി ജനങ്ങളുടെ വീട്ടിൽ ഞാൻ ഓൾറെഡി പോയിട്ടുണ്ട്. അല്ല, ഞാൻ ഓൾറെഡി ലാസ്റ്റ് വീക്ക് സേവ് ആയി. അതിന് മുമ്പത്തെ വീക്ക് ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ നോമിനേഷൻ വരാതിരുന്ന ആപ്പാടെ ഒരു വട്ടം 2 വട്ടം പവർ റൂമിൽ കയറിയപ്പോഴും പിന്നെ ക്യാപ്റ്റൻ ആയപ്പോഴാണ്. ബാക്കിയുള്ള സമയത്ത് ഞാൻ വന്നിട്ടുണ്ട്. അർജുനെ സംബന്ധിച്ചോളം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച നോമിനേഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു ജനവിധി നേടണം. നല്ലതാണ്. ജനവിധി ഞാൻ നേടണം. ജനവിധി നേടാൻ ഞാൻ റെഡിയാണ്. ബട്ട് സ്റ്റിൽ ചേട്ടൻ അടുത്ത ആഴ്ച നോമിനേഷനിൽ പോകാൻ പേടിയുണ്ടോ? ഇല്ല, എനിക്ക് പേടിയില്ല. ഞാൻ ചേട്ടനാണ് ചോദിച്ചത്. നമ്മൾ ജനങ്ങൾ എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കണം. നമ്മൾ അതൊക്കെയുള്ള ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ ഇരിക്കുന്നത്. ഞാൻ അതിന് നോമിനേഷൻ വരാതിരിക്കും നമ്മൾ അകത്തെ കഴിവുകൾ അനുസരിച്ചിരിക്കും. ഒന്നെങ്കിൽ ഈ സമയത്ത് ജിൻഡോ കാക്ക അർജുന്റെ ചെവി കടിച്ചു പറിക്കുമായിരിക്കും, അല്ലെങ്കിൽ അർജുൻ തല അടിച്ചു പൊട്ടിക്കുമായിരിക്കും. മൈക്ക് പൊട്ടിക്കാണോ എന്തോ. നോമിനേഷൻ വരുന്ന മനുഷ്യ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഓരോ ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ ഇവിടുത്തെ നോമിനേഷൻ പ്രക്രിയയിൽ ബിഗ് ബോസ് പറയുന്ന ഒരു കാര്യമാണ് ഈ ആഴ്ചയിൽ വീക്കായിട്ട് നിൽക്കുന്നത്. അതെനിക്ക് മലയാളം എനിക്കറിയില്ല. കറക്റ്റായിട്ട് ടാസ്കുകൾ ചെയ്യാത്തതും വീക്കായിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച എന്റെ ടാസ്കുകൾ ഈ ഹൗസിലെ പ്രവർത്തനം നല്ലതായിട്ട് മാത്രമാണ് എന്നെ ആരും നോമിനേറ്റ് ചെയ്യാത്തത്. ഇപ്പൊ കേട്ട ശബ്ദം ഒന്നേ മൈക്ക് ഒടിഞ്ഞതിന്റെ ക്യാമറയുടെ ചില്ല് പൊട്ടിയുണ്ട്. അർജുൻ പോണായിരിക്കും നല്ലതെന്ന് ഞാൻ എന്തായാലും കേക്ക്. എനിക്ക് ഇവിടെ കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റി ഞാൻ കയറി പിടിക്കാനും നോക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ നോമിനേഷൻ എനിക്ക് ബിഗ് ബോസ് തന്ന ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് ജനങ്ങളെ ഫേസ് ചെയ്യാൻ ഒന്നാമത്തെ കാര്യം മടിയില്ല. എനിക്ക് ആഴ്ച വരണം. ബട്ട് കേക്ക് ഞാൻ ബാക്കിയും കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കേക്ക് ഇവിടെ കിട്ടുന്ന ഓരോ ആഴ്ച എനിക്കത് ബോണസ് പോയിന്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. എനിക്ക് പ്രൂവ് ചെയ്യാൻ കിട്ടുന്ന ഓരോ പോയിന്റ് ആണെങ്കിൽ അതുകൊണ്ട് എനിക്ക് ബിഗ് ബോസ് ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും ഞാൻ കളയത്തില്ല. അതിപ്പോ നിങ്ങളെല്ലാം ഇവിടെ ആര് വന്നിരുന്നാലും ഞാൻ
കളയത്തില്ല. ഇപ്പൊ സാധാരണ ഞാൻ പുറത്ത് നിന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയും എന്നെ നോമിനേഷൻ ചെയ്യണം. കാരണം ഇവിടെയുള്ള ആൾക്കാർക്ക് ഞാൻ നല്ല ഗെയിമറാന്ന് അറിഞ്ഞുകൊണ്ട് അവരെന്നെ പുറത്ത് കളയാൻ നോക്കാണ്. അപ്പൊ നിങ്ങൾ നല്ല ഗെയിമറാണ്, ഈ ആഴ്ച ഫേസ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ സേവ് ചെയ്ത് വരണേ. നല്ല അഭിപ്രായത്തിൽ. പക്ഷെ അതുപോലെ അർജുന് അവർക്ക് നല്ല ഗെയിമറാവെന്ന് തോന്നാത്ത കൊണ്ടാണ് അവർ സേവ് ചെയ്യാത്തത്. ആയിക്കോട്ടെ, ഞാൻ നല്ല ഗെയിമറല്ലായിരിക്കും. അവരുടെ പോയിന്റ് ഓഫ് വ്യൂ, ഇവിടുത്തെ കണ്ടസ്റ്റന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ല എനിക്ക് നോക്കണം. എനിക്ക് ജനങ്ങളെ മാത്രം തൃപ്തിപ്പെടുത്തിയാൽ മതി. എനിക്ക് ജനങ്ങളെ തൃപ്തിപ്പെടുന്ന വലിയ കാര്യം. ഞാൻ കഴിഞ്ഞ ആഴ്ച വരാത്ത എന്റെ കുഴപ്പമല്ലത്, ഈ ആഴ്ച വരാതിരിക്കുന്ന എന്റെ കുഴപ്പമായിരിക്കും. കാരണം ഇവിടെ ഞാൻ ഡിസിഷനാണ്. എനിക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി മാക്സിമം എനിക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂസ് ചെയ്യും ബ്രോ. അതുപോലെ ഞാൻ എന്തെങ്കിലും വിട്ടുകൊടുക്കാൻ പോണില്ല. സമയം കഴിഞ്ഞു. ആരാണ്? ഞാൻ എന്തായാലും വിട്ടുകൊടുക്കാൻ പോകുന്നു. ഞാനും വിട്ടുകൊടുക്കണില്ല. ഇവിടെ സംസാരിച്ച കാര്യങ്ങൾ പുറത്തുപോയി പറയാൻ പാടില്ല. രണ്ടുപേർക്കും പോകാം. എനിക്ക് അൻസിത്തനോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഞാൻ പറയല്ലോ ഞാൻ ഇത്താത്താത്ത വിളിക്കുന്നുണ്ട്, അത് ഞാൻ മനസ്സറിഞ്ഞ് വിളിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്ന മാതിരി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇവിടെ നോമിനേറ്റ് ചെയ്യാറ് കഴിഞ്ഞ ആഴ്ചയിലെ പെർഫോമൻസ് വെച്ചിട്ടാണ്. ഞാൻ സാധാരണ അതിലെന്തൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ നോമിനേഷൻസ് പൊതുവേ ചെയ്യാറ്. അപ്പം ഇപ്പോഴാണെങ്കിലും കഴിഞ്ഞ ആഴ്ച വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കി നിങ്ങൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിരുന്നു. നിങ്ങൾക്ക് അതായത് ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയുക, ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ആൾ എങ്ങനെയാണോ നിങ്ങളോട് ബിഹേവ് ചെയ്ത് അതിനെ റിയാക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുപോലെ വേറൊരു സംഭവം, നമ്മൾ ജയിലിലേക്ക് പറഞ്ഞേക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മളോട് എന്ത് ചെയ്ത് അല്ലെങ്കിൽ നമ്മളോട് എന്തിതാക്കി എന്നൊരു കാര്യമില്ല. ഇപ്പം കഴിഞ്ഞ തവണ ആണെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ ഇത് ഒന്ന് ഫിനിഷ് ചെയ്തരാം കേട്ടോ. ജാസ്മിന് ഇപ്പം പണിയെടുക്കാത്ത ഒരു കാര്യം പറഞ്ഞ് അവളെ പറഞ്ഞയച്ച് വന്നപ്പം അവളിപ്പോൾ പണിയെടുക്കാൻ തുടങ്ങി. അതുമാതിരി എന്തെങ്കിലും ഒരാൾ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് അവർ തിരിച്ചു വരുമ്പോൾ ഒരു നല്ല ആളായി മാറാനുള്ള ഒരു ചാൻസ് കൊടുക്കുന്ന ഒരു സംഭവമാണ് അവിടെ. പക്ഷെ ആ ഒരു രീതിയിലല്ല അവിടെ ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് അല്ലായിരുന്നു അവിടെ ചെയ്തിരുന്നത്. ഇത് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ അത് മനസ്സിലാക്കുകയും ചെയ്തില്ല. സോ എനിക്ക് ടോട്ടൽ നോക്കുമ്പം ഈ പേഴ്സണലി എടുത്തിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്ത മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ആ ഒരു രീതിയിൽ എടുക്കുന്ന റീസൺ കൊണ്ട് ഈ വീട്ടിൽ നിൽക്കാൻ നിങ്ങൾ യോഗ്യമല്ല എന്നുള്ള കാര്യം ഞാൻ പറയുന്നത്. Okay, because I accept it. I don't deserve to be here. So I'm ready to be nominated. രണ്ടുപേർക്കും പോകാം. Thank you. നിങ്ങൾ എന്തൊക്കെ പറയണം? വെരി ഫാസ്റ്റ്. ഞങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്തു. നിങ്ങൾ തിരിച്ചുണ്ട് എന്തൊക്കെ ഋഷിക്കറിയാം, വന്ന ഫസ്റ്റ് വീക്ക് തൊട്ട് ഇതുവരെയും ഞാൻ എന്റേതായിട്ടുള്ള എല്ലാ രീതിയിലുള്ള കോൺട്രിബ്യൂഷനും ഞാൻ ഈ ഷോയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും ഞാനും എനിക്കറിയുന്ന രീതിയിൽ ഞാൻ എങ്ങനെയാണോ ആ കോൺട്രിബ്യൂഷൻ ഞാനും ചെയ്യുന്നുണ്ട്. നമ്മുടെ വ്യക്തിപരമായിട്ട് ഓക്കെ, നമ്മളൊരു ഷോയ്ക്ക് വേണ്ട, ഈ ഒരു ഷോയ്ക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വ്യക്തിപരമായിട്ട് ഓക്കെ എന്ന് ഞാൻ പറയത്തില്ല നിന്നെ. അല്ല, തിരിച്ചു എനിക്കും അതെ. കാരണം വ്യക്തിപരമായിട്ട് നീ നിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ കൂടുതലും സ്നേഹിച്ച് അല്ലെങ്കിൽ നിന്നെ സോപ്പിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളോടാണ് നിനക്ക് കൂടുതലും അറ്റാച്ച്മെന്റ്. അത് അയാൾ എന്ത് ചെയ്താലും ഇല്ലെങ്കിലും പകരം ഒരാള് അങ്ങനെ നിന്നില്ലെങ്കിൽ അയാൾ പോസിറ്റീവ് ആണെങ്കിൽ അവനെ പിടിച്ച് നെഗറ്റീവ് ആക്കും. ഇതിപ്പോ ഋഷി പറഞ്ഞത് ശരിക്കും ഋഷിയുടെ സ്വഭാവമാണ്. അത് പുറത്താണുന്ന ജനങ്ങൾക്കറിയാം. കാരണം ഞാനിവിടെ വന്ന സമയം മുതൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു ഋഷി. പക്ഷേ എനിക്ക് ഋഷിയെ പ്രിയപ്പെട്ട ആളായിരുന്നിട്ട് പോലും ഋഷിയുടെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിലാണ്. തെറ്റ് നീ ചൂണ്ടിക്കാണിച്ചത് ഒരു ഫ്രണ്ട് ആണെങ്കിൽ, പ്രിയപ്പെട്ട ഒരാളാണെങ്കിൽ എല്ലാവരുടെ ഫ്രണ്ടിൽ വെച്ച് നാണം കെടുത്തിയല്ല തെറ്റ് കാണിക്കേണ്ടത്. മാറ്റി അത് നിന്നെ ചോദിച്ചപ്പോ നീ അതിന് ഉത്തരവില്ലായിരുന്നു. അറിയില്ലടാ, സോറി മാത്രം നിനക്ക് പറയാൻ പറ്റില്ല. അതവിടെ നീ എന്നെ വിളിച്ചിരുത്തിയിട്ട് എനിക്ക് സോറി നിനക്ക് ഒന്നും പറയാൻ. നീ അന്ന് ജയിൽ നോമിനേറ്റ് ചെയ്തത് നിന്റെ സെൽഫിഷ് ആയിട്ടുള്ള പർപ്പസ്ഫുൾ ആയിട്ടുള്ള കാര്യത്തിനാണെന്ന്. എന്താണ് എന്റെ സെൽഫിഷ്? ജയിൽ നോമിനേഷൻ നിനക്ക് വേറെ ആരും പറയാനില്ല. നീ എന്നെ എടുത്തിട്ടത് നീ എന്ന വ്യക്തി എന്നോട് അത്ര സ്നേഹം ഉണ്ടെങ്കിൽ മാറി നിന്നിട്ടാണ് പറയേണ്ടത്. അല്ലാണ്ട് അത്രയും ആൾക്കാർ ഇപ്പൊ നമ്മളൊരു ഫ്രണ്ട് ഒരു ഹോട്ടലിൽ വെച്ച് വഴക്കുണ്ടായി കഴിഞ്ഞാൽ അവരാ ഉള്ള പ്രശ്നം ഉണ്ടാക്കി എല്ലാവരും ഫ്രണ്ട് വെച്ച് നിന്ന് ആറ്റിച്ചിട്ട് പറയുവാടാ നീ നന്നാവാനുണ്ട്.
അന്നൊരു നാട്ടിച്ചിട്ടേ പറയുള്ളൂ. അവിടെ നിന്റെ സ്വഭാവം എവിഡന്റ്ലി പ്രൂഫാണ് നീ സെൽഫിഷ് ആണെന്ന്. അതെ, ഋഷി കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. സത്യമാണ്. പക്ഷെ നീ ആ സമയത്ത് ഫ്രണ്ട് ആ ഫ്രണ്ടിന്റെ സെൽഫിഷ് ഫ്രണ്ട് എന്ന് പറയുന്നത് അതിന് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ ടീമിൽ വാല്യൂ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും എന്റെ അടുത്ത് ഒരു ദിവസം ആ സെക്കൻഡ് അന്ന് തൊട്ട് ഇതുവരെ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല. ഋഷി, ഇവിടെ പലർക്കും നീ ഭയങ്കര അഭിനയം നല്ല കഴിവും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ്. അത് നീ ദിവസം എണീക്കും മുതൽ വൈകുന്നേരം രാത്രി കടന്നുറങ്ങണവരെ നീ നന്നായിട്ട് അഭിനയിച്ച് നീ ചെയ്യുന്നുണ്ട്. സൗഹൃദങ്ങൾ പോലും അങ്ങനെ. എനിക്കൊരു സൗഹൃദത്തിന് ആവശ്യമില്ല. എനിക്ക് ആകെ കൂടി ഞാൻ സെലക്റ്റീവാണ്. ഞാൻ അൻസിബ് സെയിം പേജ് പോലുമില്ല. പക്ഷെ അവള് എന്റെ ഇമോഷൻ ഒരേപോലെ അവള് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ. അങ്ങനെ ഒരു ഫ്രണ്ട് മതി എനിക്ക്. അൻസിബ് ആയിരുന്നു ഉറപ്പായിട്ട് ഞാൻ നിന്നേനെ. അത് എനിക്ക് അൻസിബ് ഒരാൾ മതി. നിന്നെപ്പോലെ 15 പേര് വേണ്ട. ഇവിടെ എല്ലാവരെയും സോപ്പിട്ട് എനിക്ക് ഒരാളെ സോപ്പിട്ട് കാല് കഴിയിച്ച് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഉള്ള 13 പേരെയും സോപ്പിട്ട് കാലിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അൻസിബിക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇവിടെ മാറി അവിടെ നിന്ന് ആലോചിച്ചതാ. അൻസിബി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവളെ എനിക്ക് സേഫ് ആക്കായിരുന്നു. പറഞ്ഞിരുന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. അൻസിബ എന്ന വ്യക്തി സെൽഫിഷ് അല്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ ഇതിന് മുന്നത്തെ നോമിനേഷനിൽ അൻസിബ തന്നെ സ്വയം പറഞ്ഞിട്ടുണ്ടാവും ഞാൻ നോമിനേഷനിൽ നിന്നോളാന്ന്. പക്ഷെ ഞാൻ അറിഞ്ഞത് അനുവദിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇവർക്ക് വേണ്ടി അപ്സരയ്ക്ക് വേണ്ടി ഞാൻ നോമിനേഷനിൽ പോകണമെന്ന് ഒരിക്കലും പറയില്ല. കാരണം ഇതുപോലെ സെൽഫിഷ് ആയിട്ടും ബാക്കിൽ നിന്ന് വേറെ ചിരിച്ച് സമയം തീർന്നു. നിങ്ങളിൽ ആരാണ്? ഞാൻ അപ്സര. ഞാൻ ഋഷിയുടെ പേര് പറയുള്ളൂ. ഞാൻ അപ്സര പറയുള്ളൂ. ഒരിക്കലും അപ്സര തുടക്കം കബളിപ്പിച്ച് അത് ജനങ്ങൾക്കറിയാം. ഫ്രണ്ട്ഷിപ്പ് കബളിപ്പിച്ച് ലാസ്റ്റ് ജയിൽ നോമിനേഷനും ചെയ്തിട്ട് മാറി നിന്നിട്ട് കരച്ചില്. ബിഗ് ബോസ് 2 ദിവസം ഭയങ്കര കരച്ചില്. എന്തുകൊണ്ടാ എന്നെ ജയിൽ നോമിനേറ്റ് ചെയ്തതിന് കരച്ചില്? ജയിൽ നോമിനേറ്റ് ചെയ്ത സമയം തീർന്നു. വഴികാട്ടിയതാണ് എന്നെ വഴികാട്ടിയതാണ്. എല്ലാവരും ഫ്രണ്ട് വെച്ച് നാണം കെടുത്തി. എനിക്ക് അത്രയും ട്രോമയായി. പ്രതികരിച്ച എന്നെ ഒന്ന് സമാനിപ്പിച്ച പുള്ളിക്കാരിക്ക് എന്നെ പെട്ടെന്ന് ജയിലിൽ ചിരിച്ചോണ്ടിരുന്നു. കൂടെ ഇരുന്ന് കാലുവാരം മിടുക്കി അപ്സര കഴിഞ്ഞ് വേറെ ആരും ഇല്ലാന്ന് ജനങ്ങളെ മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ. സമയം തീർന്നു. രണ്ടുപേർക്കും പോകാം. ഓക്കെ ബിഗ് ബോസ് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നീ പറഞ്ഞു ഓക്കെ ആണെന്ന്. പക്ഷെ തിരിച്ചിങ്ങോട്ടും ഒരു കാര്യം എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ചോദിക്കാൻ കാരണം നീ പേഴ്സണലി പറയുന്ന കാര്യങ്ങൾ ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്, ഞാൻ പറയാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. അപ്പോൾ നീ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെക്കാളും വാലിഡ് ആയിട്ട് എനിക്ക് തോന്നി. അല്ല, വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഇന്നലെ ആണെങ്കിൽ നമ്മൾ സംസാരിച്ച സമയത്ത് നിങ്ങൾ പല കാര്യം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അല്ല ഇവിടുത്തെ ഗെയിം. ശ്രീതു ഇവിടെ വന്ന സമയം മുതൽ എടുക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പവർ ടീമിൽ കയറാതെ ക്യാപ്റ്റൻ ആകാതിരിക്കുകയും ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ നോമിനേഷൻ ഫ്രീ ആയിട്ടുള്ള ഒരാളാണ് ശ്രീതു. കാരണം ഞാൻ ഉണ്ടായിരുന്നത് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു 2 ആഴ്ച, എനിക്ക് 2-3 ആഴ്ച എന്തോ 2 ആഴ്ച നോമിനേഷന് വന്നിട്ടില്ല. ഞാനിവിടെ എന്തൊക്കെ ഉണ്ടോ ആ ആഴ്ച എല്ലാം ഞാൻ നോമിനേഷനകത്ത് ഞാൻ ഉണ്ട്. ഞാനിവിടെ തിരിച്ചു വന്ന സമയത്താണെങ്കിൽ തന്നെ ഇപ്പൊ എന്റെ ഹെൽത്ത് കണ്ടീഷൻ, എനിക്ക് സംസാരത്തിൽ ലിമിറ്റേഷൻ ഉണ്ടായിട്ട് ഞാനതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. എനിക്ക് ആരെന്ത് റെസ്റ്റ് പറഞ്ഞാലും ഞാൻ എന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്റെ വെർബൽ കമ്മ്യൂണിക്കേഷനകത്ത് പോലും പരിമിതികൾ ഉണ്ടായിട്ട് പോലും ഞാൻ കൃത്യമായിട്ട് ഞാനിവിടെ ഗെയിം കളിക്കുന്നുണ്ട്. ആ ഗെയിം സ്പിരിറ്റ് ഞാൻ എല്ലാത്തിനും എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ ഈ ഒരു ആഴ്ച എനിക്ക് നോമിനേഷനിൽ ഫ്രീ ആകുക എന്നുള്ളതായിരിക്കും. അതൊരു എന്താ പറയാ മനുഷ്യത്വമാണ്. ഓക്കെ, അത് സിജോയുടെ പോയിന്റ് ആണ്. ഇപ്പൊ ഞാൻ സ്റ്റാർട്ടിംഗിൽ വന്നിട്ട് നോമിനേഷൻ വന്നിട്ടില്ല. അത് ഏതുകൊണ്ടെങ്കിൽ ഇപ്പോ സിജോ ചെയ്യാൻ നോമിനേഷൻ അപ്പൊ വന്നെങ്കിൽ സിജോ നിറയെ ഈ ഡയലോഗ്സ്, ഈ സംസാരോ ആ ഒരു വിഷ്വൽ ആയതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ നോമിനേഷൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ വന്നിട്ട് ഇതിന്റെ ആവശ്യമില്ലാത്ത ഇടയിൽ ഞാൻ കയറി സംസാരിക്കുന്ന പേഴ്സൺ അല്ല നോർമലി. അപ്പൊ അതുകൊണ്ട് മേ ബി എന്നെ അവര് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല ഫസ്റ്റ് 2 വാരം. അതിനുശേഷം ഞാൻ ക്യാപ്റ്റൻസിനും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ പവർ റൂമിന് നമ്മൾ ടീമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അതിനും ട്രൈ ചെയ്തിട്ടുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല. ടീം എല്ലാമേ ടീം ബേസ്ഡ് അല്ലേ. പവർ റൂമിൽ കയറാതെ
പുറമെ കയറിയിട്ടില്ല. പക്ഷെ ക്യാപ്റ്റൻ ആകാതിരുന്ന ദിവസങ്ങളിലും ശ്രീതു പിന്നീട് നോമിനേഷൻ ഫ്രീ ആയിട്ടുണ്ട്. ആവശ്യമില്ലാണ്ട് ഇപ്പോ നോർമലി ഒരു സംസാരമോ എന്തിരുന്നാലും എന്തെങ്കിലും ഒരു ഫൈറ്റോ എന്തിരുന്നാലുമേ ആവശ്യമില്ലാണ്ട് നമുക്ക് ആവശ്യത്തിന് സംസാരിക്കണം. അറിയാണ്ട് പോയി സംസാരിക്കാൻ പാടില്ല. ആ ആവശ്യത്തിന് സംസാരിച്ചത് എന്ത്, അല്ലെങ്കിൽ സൈലന്റ് ആയിട്ടുള്ളത് എപ്പോൾ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് സൈലന്റ് ആയി ഇരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അത് സൈലന്റ് അല്ല. എനിക്ക് ഒരുപാട് ഉത്തരങ്ങളുണ്ട് ഈ ചോദ്യത്തിന്. അതായത് ഇപ്പൊ ഞാൻ പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു ഫിസിക്കലി ഒരു ഇഷ്യൂ വന്നിട്ട് ഒരാളാണ് എനിക്കത് ഞാനിവിടെ അതല്ലാണ്ട് എന്ത് പറയും, അതല്ലാണ്ട് ഞാനിപ്പോ ഇവിടെ ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ കൃത്യമായിട്ടുള്ള വിഷയങ്ങൾ ഇടപെടേണ്ട വിഷയങ്ങൾ ഞാൻ ഇവിടെ ഒരിക്കലും അല്ലല്ല ഒരു വിഷയത്തിൽ പോയി ഇടപെടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മൂലക്ക് മാറിയിട്ട് ഞാൻ ശ്രീതുവിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. ഇവിടെ തോന്നുന്നത് ശ്രീതു ഇപ്പൊ അങ്ങനെ പറയാം. ശ്രീതു ഒട്ടുമിക്ക വിഷയങ്ങളാത്തും ശ്രീതുവിന് നേർക്ക് എന്തെങ്കിലും കാര്യം വരുമ്പോൾ മാത്രമാണ് ശ്രീതു ഇടപെടുന്നത്. അല്ലാതെ നമുക്ക് ശ്രീതു പ്രത്യേകിച്ച് ഇവിടെ എനിക്ക് ശ്രീതുവിന്റെ ഗെയിം പോലും എനിക്കിവിടെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ശ്രീതുവിന് പ്രത്യേകിച്ച് ചിലപ്പോൾ അതിന്റെ ഗെയിം ആയിരിക്കാം നിങ്ങൾക്ക് കാണാണ്ടിരിക്കണം, നിങ്ങൾക്ക് വിസിബിൾ ആവാൻ പാടില്ല, ബോറടിക്കുകയും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ സംസാരിക്കാത്തത് കൊണ്ട് അത് ഒന്നുമില്ല ഗെയിമർ അല്ല അങ്ങനെ പല പേരും ഇവിടെ വിചാരിക്കണം. അതിപ്പോ ചിലപ്പോ അത് ഞാൻ എന്റെ ഒരു ഇതായിട്ട് ഇരിക്കാം, പറയാൻ പറ്റില്ല. സൈലൻസർ അല്ല. ഇപ്പൊ സിജോ പറഞ്ഞു നോമിനേഷൻ സിജോ പറഞ്ഞു ശ്രീധുവിന് ഏറ്റവും കൂടുതൽ ഇവിടെ വോട്ട് കിട്ടുന്നത് ഒരു സെലിബ്രിറ്റി ഇമേജുള്ള വ്യക്തി എന്ന രീതിയിൽ ശ്രീധുവിനൂടെ ഒരു വോട്ട് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ അർജുനും ശ്രീധുവായിട്ടിരിക്കുന്ന അത് മോശമല്ല, എനിക്ക് നല്ല കാര്യം തന്നെയാണ്. അത് ഇതിന്റെ ആവശ്യമില്ല, നടുവിലിടയിലൊന്നുമല്ല. അത് ഞാൻ കാണുമ്പോഴത് ആസ്വദിക്കാറുണ്ട്. ആ ആസ്വാദന മികവ് കൊണ്ട് അല്ലെങ്കിൽ ആ കാണുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ക്യൂട്ട്നെസ് കൊണ്ട് ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം. ക്യൂട്ട്നെസ് മാത്രമല്ല നമ്മുടെ പ്രവർത്തികളും നോക്കും, വെറുതെ ഒരാളുടെ അപ്പിയറൻസ് അതല്ല. അപ്പൊ സിജോനും ഒന്നും ഇല്ലല്ലോ, സിജോയുടെ ഡയലോഗ്സ് സംസാരം മാത്രമേ ഉള്ളൂ, അതല്ലാണ്ട് ഒന്നും ഇല്ലല്ലോ. അത് മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ടിംഗിൽ നിന്ന് നോക്കാം ഡയലോഗ്സ് അത് കഴിവില്ലെന്ന് പറയാൻ പറ്റില്ല. സമയം കഴിഞ്ഞു. ഓക്കെ, നിങ്ങളിൽ ആരാണ് ശ്രീതു? സിജോ. രണ്ടുപേർക്കും പോകാം. താങ്ക് യു ബിഗ് ബോസ്. അടുത്ത എവിക്ഷൻ പ്രക്രിയയിലേക്ക് നിലവിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ: ജാസ്മിൻ, അഭിഷേക്, ജിൻഡോ, അർജുൻ, അൻസിബ, അപ്സര, ഋഷി, സിജോ, ശ്രീതു. ശിക്ഷയുടെ ഭാഗമായി നേരിട്ടുള്ള നോമിനേഷനിലൂടെ റസ്മിൻ. ചുരുക്കി ബിഗ് ബോസ് പോവാൻ പറയുമ്പോ സംസാരിക്കാം. എല്ലാവർക്കും ഇരിക്കാം. സായിയും നന്ദനയും കൺഫെഷൻ റൂമിലേക്ക് വരിക. അപ്പൊ നോറേ പറയൂ. എന്റെ മക്കളെ ആര് കണ്ടു നോക്കിക്കോളൂട്ടാ. അവള് പോയി എന്തായാലും എന്നെ ഏൽപ്പിച്ചിട്ട് പോയത്, അതുകൊണ്ട് സൈലൻസ്. നന്ദന, സായി, ഇനി നിങ്ങളുടെ ഊഴമാണ്. ഇത്തവണ നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാനല്ല, രക്ഷിക്കാനാണ് നിയോഗം. നിലവിൽ നോമിനേഷനിൽ ഉൾപ്പെട്ടവരിൽ നിന്നും ഒരാളെ നിങ്ങൾക്ക് ഇപ്പോൾ രക്ഷിക്കാവുന്നതാണ്. ബിഗ് ബോസ് ഞങ്ങളൊന്ന് രണ്ടുപേർക്കും ചർച്ച ആരംഭിക്കാം. ചേട്ടൻ പറഞ്ഞ ആദ്യം ഓപ്ഷൻ പറഞ്ഞോ? അല്ല ചേട്ടൻ പറ. സിജോ ചേട്ടൻ എന്തായാലും നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ആളെന്തായാലും ഇറങ്ങി വരും, കയറി വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് എന്റെ ഒരു ഇതിൽ വെച്ചിട്ട് ആളങ്ങനെ കയറി വരുന്ന ആൾക്കൊരു പ്രതീക്ഷയുണ്ട്. അത് നോമിനേഷന് താല്പര്യപ്പെട്ടിരിക്കുകയാണ്. നോമിനേഷൻ അത് നമ്മൾ കൊടുക്കരുത്, ശരിക്കും കൊടുക്കരുത്. സിജോ ചേട്ടന്റെ ബിഗ് ബോസ് സിജോ ചേട്ടനെ പറയുന്ന കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ. ഇവിടെ സംസാരിച്ച കാര്യങ്ങൾ പുറത്തുപോയി പറയരുത്. ഉറപ്പായിട്ടും പറയില്ല. ലിവിംഗ് റൂമിൽ കാത്തിരിക്കുക. ഓക്കെ ബിഗ് ബോസ്, താങ്ക് യു. ഇത്തവണ നന്ദനയ്ക്കും സായിക്കും നൽകിയ ദൗത്യം നിങ്ങളിൽ നോമിനേറ്റ് ആയവരിൽ നിന്നും ഒരാളെ രക്ഷിക്കുക എന്നതായിരുന്നു. അത്തരത്തിൽ രണ്ടുപേരുടെയും സവിശേഷ അധികാരം ഉപയോഗിച്ച് അവർ നോമിനേഷനിൽ നിന്നും രക്ഷപ്പെടുത്തിയത് സിജോ.
ചതി. നന്ദന വെറും ചതിയല്ലോ, കൊലച്ചതി. ആർക്കും തരില്ല. നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും പിരിഞ്ഞു പോകാം. താങ്ക്സ്. 64-ാം ദിവസം രാത്രി 8:45. സ്പോൺസർഡ് ടാസ്ക്. കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണർ ഒരു ആഫ്റ്റർ വാഷ് ലിക്വിഡ് ആണ്. ഇത് തുണികൾ ഡിറ്റർജന്റിൽ മുക്കിവെച്ച് അലക്കുമ്പോഴുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും തുണികൾ നല്ല സോഫ്റ്റും നല്ല തിളക്കമുള്ളതാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. കൂടാതെ കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണറിൽ ഫ്രാഗ്രൻസ് പേൾസ് അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് വസ്ത്രങ്ങളിൽ നിന്നും ദുർഗന്ധം ഇല്ലാതാക്കി വസ്ത്രങ്ങൾക്ക് നല്ല പുതുമ നൽകാൻ സഹായിക്കുന്നു. ഗാർഡൻ ഏരിയയിൽ കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണർ സോണിൽ ഒരു സ്റ്റാൻഡിന്റെ മുകളിൽ 6 കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണർ ബോട്ടിലുകൾ നിരത്തി വെച്ചിട്ടുണ്ടാകും. ബസർ അടിക്കുമ്പോൾ മത്സരാർത്ഥികൾ എല്ലാവരും ഗാർഡൻ ഏരിയയിൽ ഇരിക്കുന്ന കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണറിന്റെ ബോട്ടിലുകൾ ഓടിപ്പോയി എടുക്കാൻ ശ്രമിക്കുക. ആർക്കെല്ലാമാണോ കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണർ ബോട്ടിലുകൾ ലഭിക്കുന്നത് അവർ കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണർ സോണിൽ വന്ന് ഇരിക്കുക. ബസർ അടിക്കുമ്പോൾ കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണർ സോണിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികൾ വീതം ഗാർഡൻ ഏരിയയിലുള്ള പ്ലാറ്റ്ഫോമിലെ സോഫയിൽ വന്നിരുന്നതിന് ശേഷം കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണർ പോലെ നിങ്ങളുടെ ലൈഫിൽ നിറവും ജീവനും ഒരു ഫ്രഷ്നെസ്സും ഫ്രാഗ്രൻസും നൽകിയ ഒരു കംഫർട്ട് പാർട്ണറുടെ പേര് പറഞ്ഞ് അയാളെ സ്റ്റേജിലേക്ക് വിളിക്കുക. ആ വ്യക്തി എന്തുകൊണ്ട് കംഫർട്ട് പാർട്ണർ ആയെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ പറയുക. അതിനുശേഷം നൽകിയിരിക്കുന്ന ക്രൗൺ ആ വ്യക്തിയുടെ തലയിൽ വെക്കുക. കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണർ സോണിൽ ഇരിക്കുന്ന 6 പേരൊഴികെ ബാക്കിയുള്ള നിലവിലെ കുടുംബാംഗങ്ങളിൽ നിന്ന് വേണം കംഫർട്ട് പാർട്ണറെ തെരഞ്ഞെടുക്കാൻ. ഗുഡ് ലക്ക് ബിഗ് ബോസ്. 64-ാം ദിവസം രാത്രി 9 മണി. അപ്പൊ നമ്മുടെ കംഫോർട്ട് ഫാബ്രിക് കണ്ടീഷണർ പോലെ ഞാൻ എന്റെ കംഫോർട്ട് പാർട്ട്ണറെ വിളിക്കുകയാണ്. നോറ, നോറ ഞങ്ങൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ബാഗേജ് പോലെ എന്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. സ്റ്റിൽ ആ കാര്യങ്ങളിനകത്തുള്ള എന്റെ നിലപാടുകൾ ഞാനിവിടെ അറിയിച്ചു കഴിഞ്ഞു. നോറയുടെ നിലപാട് നോറയും അറിയിച്ചു കഴിഞ്ഞു. ഞാൻ അപ്പോഴും എന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഒരിക്കലും ഒരു പേഴ്സണൽ ഗ്രഡ്ജ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ആ ഒരു സംഭവം ഞാൻ എന്റെ മനസ്സിൽ നിന്ന് കളയുകയാണ്. ആ കാര്യങ്ങൾ, ആ ചർച്ച ഞാൻ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട് തുടങ്ങണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ നോറെ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നു. പോസിറ്റീവായിട്ട് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗായ്സ്, കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണർ പോലെ എൻ്റെ ലൈഫിന് നിറവും ജീവനും അതുപോലെ തന്നെ ഫ്രഷ്നെസ്സും ഫ്രാഗ്രൻസും കൊണ്ടുവന്ന കംഫർട്ട് പാർട്ട്ണർ ഒബ്വിയസ്ലി അൻസിബയാണ്. പ്ലീസ് കം. സെയിം പേജിലല്ല കാര്യം, നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങും ഇമോഷൻസ് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ അവളോ ഏകദേശം സെയിം ആണ്. അതുപോലെ തന്നെ എന്നെ ഡേ 1 തൊട്ട് ത്രൂ ഔട്ട് എന്നെ കംഫോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് വൺ ഓഫ് ദം ടോപ്പ് പേഴ്സൺ അൻസിബ തന്നെയാണ്. ഷീ ഈസ് എ സിസ്റ്റർ ഫ്രം അനദർ മദർ. ഉറപ്പായിട്ടും അവൾ പറഞ്ഞ പോലെ സിസ്റ്ററാണ്. എനിക്ക് വേറൊരു അമ്മയിൽ നിന്ന് ഉണ്ടായതാണെങ്കിലും എനിക്ക് ഒരു സിസ്റ്റർ തന്നെയാണ്. അപ്പോൾ ഒബ്വിയസ്ലി അപ്പൊ എന്റെ കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണർ എന്റെ ജീവിതത്തിലെ നിറവും ജീവനും ഫ്രാഗ്രൻസും ഫ്രഷ്നെസ്സും തന്ന കംഫർട്ട് പാർട്ട്ണർ റസ്മിനാണ്. എനിക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ഇപ്പൊ കുറച്ചെങ്കിലും തോന്നുന്നത് റസ്മിനോടാണ്. സ്നേഹമുള്ളത് റസ്മിനോടാണ്. തിരിച്ച് ആത്മാർത്ഥമായ സ്നേഹം എന്നോടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നതും റസ്മിൻ നിന്നാണ്. അതുകൊണ്ട് റസ്മിൻ. കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണർ എനിക്ക് നിറവും ജീവനും ഫ്രഷ്നെസ്സും തന്നതെനിക്ക് സായി ചേട്ടനാണ്. വരാം. കാരണം ഞങ്ങള് വയൽകാടായിട്ട് കയറി വന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഫസ്റ്റ് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾ എന്ത് സ്വഭാവം, ഇങ്ങനെ ഒരു മൊരടൻ സ്വഭാവം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ സംസാരിച്ചു വന്നപ്പോൾ എനിക്കൊരു ചേട്ടൻ എന്ന ഫീലൊക്കെ കിട്ടിയത് നിങ്ങളോടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് കൂടി. പുറത്തിറങ്ങിയാലും ആ അറ്റാച്ച്മെന്റ് ഇന്നും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ഒരു ക്ലാസിക്കൽ ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു മുദ്ര പോലും അറിയാത്ത ഒരാളെ ഒന്ന് കളിപ്പിച്ച് എനിക്കൊരു ബെസ്റ്റായിട്ടൊരു അവാർഡ് ലാലേട്ടനെ എനിക്ക് വാങ്ങിച്ചു തന്ന ഒരാളാണ്. അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ലൈഫിൽ. അപ്പോൾ ഇവിടെ എനിക്കൊരു കംഫർട്ടായിട്ട് തോന്നിയത്, ഒരു ആക്റ്റീവ് ലെവലിൽ കംഫർട്ടായിട്ട് എന്ത് ലെവലിൽ തോന്നിയത് അതായിട്ട്.
ഓക്കെ ഗായ്സ്, അപ്പം കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണർ പോലെ എൻ്റെ ബിഗ് ബോസ് ലൈഫിൽ ഫ്രാഗ്രൻസും കളർഫുള്ളും ഫ്രഷ്നെസ്സും എല്ലാം നൽകിയ ശ്രീധുവിനെ വിളിക്കുന്നു. തട്ടൽ കുറച്ച് കൂടുതലായല്ലോ. കുറച്ച് കൂട്ടി തട്ടോ, ഒന്നുകൂടി തട്ടോ. ഞാൻ ബിഗ് ബോസിൽ വന്നിട്ട് ലൈക്ക് ഇവഞ്ച്വലി ലേറ്റ് ആയിട്ട് കണക്ട് ആയ പേഴ്സൺ. എൻ്റെ ആദ്യത്തെ 2 ആഴ്ച എനിക്കറിയായിരുന്നു, ബട്ട് സ്റ്റിൽ ഞങ്ങൾ കണക്ട് ആയിട്ടില്ലായിരുന്നു. എപ്പോഴോ കണക്ട് ആയ ഒരു പേഴ്സണാണ് ശ്രീധു. അതിന് റീസൺസ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് ചൈൽഡിഷ്നെസ്സും പുള്ളിക്കാരുടെ ചൈൽഡിഷ്നെസ്സും കുറേ സിങ്ക് ആവുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പറയാതെ കണക്ട് ആയതാണ്. എപ്പോഴാണ് ഫ്രണ്ട്സ് ആയത് നമുക്കറിയില്ല. ഞങ്ങളിപ്പം ഈ സീസൺ കഴിഞ്ഞിട്ടാണെങ്കിലും ഇതിൽ അപ്പുറത്തൊരു ലൈഫ് ഉണ്ടാകുമ്പോഴും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഞാൻ ശ്രീധുവിനെ എന്നും കാണും. സോ ശ്രീധുവിനൊരു ക്രൗൺ വേണം. അതെ, ക്രൗൺ വേണം, ഫ്രെയിം വേണം. എല്ലാവർക്കും കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണർ നൽകുന്ന സ്നേഹസമ്മാനം. എന്റെ മണ്ടേനെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. താങ്ക് യു കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബിഗ് ബോസ്. താങ്ക് യു All day ഫാബ്രിക് കണ്ടീഷണർ. ഓൾ ഡേ ഫ്രഷ്നസ്. ഫാബ്രിക് കണ്ടീഷണർ 64-ാം ദിവസം രാത്രി 9:40. ഇനി വേറെ ആരെങ്കിലും വേണമെങ്കിൽ കൊടുത്തോ. സോയ ആർക്കെങ്കിലും വേണോ ഇനി? പണി കൊടുത്തു, കഴിഞ്ഞു. ദുഷ്ട. ആ സോയിലായിരുന്നിട്ട് കണ്ണു. പറ്റില്ലല്ലോ. നീ എന്തടി ചെയ്ത? അല്ല, ഓഫ് ചെയ്തോ, എണ്ണ ചൂടായിട്ടുണ്ട്. വെള്ളം ചെയ്യണ്ടേ? പൊട്ടോ ഇങ്ങോട്ട് കളിക്കണ്ടേ? ആക്ച്വലി എനിക്കിപ്പോ കണ്ടകശനി ഉച്ചക്ക് നടത്തിണ്ടായി. വെറും കണ്ടകശനി പോട്ടെന്ന് വെക്കാം. 64-ാം ദിവസം അർദ്ധരാത്രി 12:40. ഈ ആഴ്ചയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടവരിൽ നിങ്ങളുടെ ഇഷ്ടമത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിൽ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആപ്പിൽ ബിഗ് ബോസ് മലയാളം പേജിൽ വോട്ട് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് വോട്ട് ചെയ്യാവുന്നതാണ്. ഒരു ദിവസം ഒരാൾക്ക് ഒരു വോട്ട് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. വോട്ടിംഗ് സമയം തിങ്കളാഴ്ച രാത്രി 10:30 മുതൽ വെള്ളിയാഴ്ച രാത്രി 12 മണി വരെ. ഈ ആഴ്ചയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട മത്സരാർത്ഥികൾ: അൻസിബ, ഋഷി, ശ്രീധു, അർജുൻ, ജാസ്മിൻ, ജിൻഡോ, റസ്മിൻ, അഭിഷേക് എസ്, അപ്സര.